പ്രിയപ്പെട്ട സമൂഹമായ ഈ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, കേരള നിയമസഭയിലെ ഏറ്റവും ശ്രദ്ധേയനായ സ്പീക്കർ, നമുക്കേറെ പ്രിയപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട എംഎൽഎയുമായ ശ്രീ സഞ്ജീവ്, അഭിമന്യ ഉമ്മൻചാണ്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള കേരള ജലസേചന മന്ത്രി ശ്രീ ശ്വാസം, കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്, പ്രിയപ്പെട്ട എം പി ഫ്രാൻസിസ് ജോർജ്, പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ബെന്യബഹനാൻ, ഈ വേദിയിൽ പ്രോത്സാഹിക്കുന്ന അഭിനന്ദനായിട്ടുള്ള തിരുവേലിമാർ, മറ്റു ജനപ്രതിനിധികൾ, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, ഇതിലെയുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് പുതുപ്പള്ളിയിലും കേരളത്തിലും മാത്രമല്ല ലോകമെമ്പാടും നടക്കപ്പെടുന്നുണ്ട്. ലോകമെമ്പാടെന്ന് പറഞ്ഞാൽ ഇത് അനിശ്ചിതം. സത്യത്തില് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും സമ്പൂർണമായ പ്രകാശം ജനം കൂടുതൽ ഏറ്റുവാങ്ങിയത് അദ്ദേഹത്തിന്റെ മരണശേഷമായിരുന്നു. പൊതുപ്രവർത്തകരായ നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിന്റെ പൊതുപ്രവർത്തന ചരിത്രത്തിന് തന്നെ രണ്ട് ഘട്ടങ്ങളാണ് ഉമ്മൻചാണ്ടി സമ്മാനിച്ചത്. ഒന്ന് ഉമ്മൻചാണ്ടിക്ക് ശേഷവും ഉമ്മൻചാണ്ടിക്ക് മുമ്പ്. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും VIP-കളാകുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിന്റെ ശൈലിയെ മാറ്റി ജനങ്ങളാണ് VIP എന്നുള്ളൊരു കൾച്ചർ, സംസ്കാരം കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഏറ്റവും മുന്നിൽ നിന്ന് നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന ജനങ്ങളെ അവരെയാണ് VIP-മാരായിട്ട് കണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭരണതലത്തിൽ എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് കാര്യം. അപ്പൊ അതിനുള്ള സെർവൻ ലീഡർഷിപ്പ് എന്നുള്ളത്, യഥാർത്ഥ സെർവൻ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ രാഷ്ട്രീയത്തിൽ, സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. സേവന നേതൃത്വം എന്ന് പറയും. അപ്പൊ അത് അക്ഷരാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ആ സെർവൻ ലീഡർഷിപ്പിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഉദാഹരണമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സംശയിക്കുക. നവോത്സവത്തിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വീടുകളെല്ലാം മീനിനെ പോലെയാണ്. ആ പദം അക്ഷരാർത്ഥത്തിൽ പാലിച്ചിരിക്കുന്ന അതിലൂടെ പൊതുപ്രവർത്തന നേതാവാണ് ഉമ്മൻചാണ്ടി എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. സത്യത്തിൽ ഉമ്മൻചാണ്ടി മരണത്തിലൂടെ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നതാണ് കേരളത്തിന്റെ മുന്നിൽ കാണാവുന്ന ഏറ്റവും നല്ല. ഈ കല്ലറക്ക് മുമ്പിൽ എല്ലാ വർഷവും എല്ലാ ദിവസവും തോറും വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇപ്പൊ പറയാറുണ്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വരുന്നത് നിവേദനം കൊടുക്കാനായിരിക്കും, എന്തെങ്കിലും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടക്കാൻ സ്വാഭാവികമാണ്. പക്ഷെ ഈ കല്ലറയിലേക്കുള്ള ഈ പ്രവാഹം ഉമ്മൻചാണ്ടി എന്നുള്ള മനുഷ്യ ഹൃദയങ്ങളിൽ നിന്നും ആർജിച്ച ഏറ്റവും മഹത്തരമായ സ്നേഹത്തിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നുള്ള സംശയം. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ പൊതുപ്രവർത്തന ശൈലി. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഞാൻ കേന്ദ്രമന്ത്രിയായിരുന്ന കാലം അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ആലപ്പുഴയിൽ ഒരു പൊതുചടങ്ങിൽ അദ്ദേഹം പറയുകയുണ്ടായി. ആ ചടങ്ങിലേക്ക് 2
ശാരീരിക വൈകല്യം പൂർണ്ണമായിട്ട് 2 കുട്ടികളുമായിട്ട് ഒരു സഹോദരൻ തണ്ണീർമുഖത്തുനിന്ന് വന്നു. തണ്ണീർമുഖത്ത് വന്ന് ആ 2 കുട്ടികൾക്കും ശാരീരികമായ വൈകല്യമാണ്, നടക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അത്രയും വൈകല്യമുള്ള അച്ഛനിൽ നോക്കുകയാണ് ആ കുടുംബം അനാഥമായ കുടുംബം. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും കൊടുത്താൽ ചെറിയ ധനസഹായം കിട്ടുമെന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷേ അവിടെ ഞാൻ കണ്ടത് അധികം അസഞ്ജാതകളോട് കാണാത്ത മഹാതരക്കുകളിൽ കാണാൻ അവരെ അദ്ദേഹം പ്രത്യേകമായി അനുവദിച്ച് കൊണ്ടുവന്നു. അവിടെ ഇരുന്നു. അവിടെ വെച്ച് തന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ നിന്നും 50,000 രൂപ പാസ്സാക്കി കൊടുത്തു. പിന്നെ അദ്ദേഹം അവിടെ ഇനിയെന്ത് വേണം, അപ്പൊ പറയാണ് ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നത് തൽക്കാലത്തേക്കാണ്. അപ്പൊ ഒപ്പം നിൽക്കുന്നവർക്ക് ആജീവനാന്ത പെൻഷൻ ആ കുട്ടിക്ക് അവിടെ വെച്ച് തന്നെ കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും ബാക്കിയുള്ളൂ, ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വഴിയില്ല. അപ്പൊ കലക്ടറെ വിളിച്ചു പറഞ്ഞു, അടുത്ത 1 മാസത്തിന് ആ വീട്ടിലേക്ക് ഒരു മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വരുന്ന ജനങ്ങളുടെ, ഒരു ജനപ്രതിനിധിയുടെ മുന്നിലേക്ക് വരുന്ന ജനങ്ങളുടെ ആപരാധികളും സങ്കടങ്ങളും കേൾക്കുക മാത്രമല്ല, ആ കേൾക്കുന്നത് കേട്ടിട്ട് അവിടെ കളയുക മാത്രമല്ല, അതിന്റെ അവസാനം വരെ കണ്ടെത്തി അവർക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകുമ്പോഴാണ് ആ ജനപ്രതിനിധി ജനസേവകനായിട്ട് മാറുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അക്ഷരാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം ജനസേവനത്തിന്റെ കാലഘട്ടമായിരുന്നു എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് 37 മണിക്കൂർ എടുത്തു ഏതൊരു വിലാപയാത്ര തിരുവനന്തപുരത്ത് വിളിക്കുന്നത്. സമാനതകളെ ലോകചരിത്രത്തിലെ പ്രഗത്ഭരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് പറയാനുള്ള അത്തരം സമാന രീതിയിലുള്ള വിലാപയാത്രകൾ. ഈ 38 മണിക്കൂർ ഞങ്ങളൊക്കെ ഭാഗത്തിലുണ്ടായിരുന്നതാണ്. 2 ഭാഗത്തിൽ നിൽക്കുന്ന ഓരോരാൾക്കും മറ്റു നിൽക്കുന്ന ആളുകൾക്കും ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ആളുകൾക്കും അവരുടെ കണ്ണു നോക്കിയാൽ അറിയാം, അവർക്കെല്ലാവർക്കും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്ന ഒരു കഥ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വിലാപയാത്ര വരുമ്പോൾ കേവലം അതൊരു ഭൗതിക ശരീരത്തിന്റെ വിലാപയാത്ര ആയിട്ടല്ല കാണിച്ചിരിക്കുന്ന ഞങ്ങൾക്കെല്ലാം തോന്നിയിരിക്കുന്നു. കാണുന്ന ഓരോ കണ്ണീരുകൊണ്ട്, ദുഃഖങ്ങൾ കൊണ്ട് വിങ്ങിപ്പൊട്ടുന്നവരായി മാറുന്നു. അവരുടെ എല്ലാം മനസ്സിലാക്കുന്നത് എന്നെ ഈ മനുഷ്യൻ എങ്ങനെ എന്റെ ജീവിതത്തെ സ്വാധീനിച്ചു എന്ന് പറയാതെ പറഞ്ഞു പോകുന്ന ദൃശ്യങ്ങളായിരുന്നു അന്ന് കേരളം ശ്രദ്ധിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് സംശയമില്ല. ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത് 4 തവണയാണ് അധികം നടത്തിയത്. 12.5 ലക്ഷം ജനങ്ങളെയാണ് അദ്ദേഹം നേരിട്ട് കണ്ടത്. 12.5 lakhs 12 ലക്ഷം ജനങ്ങളെ നേരിട്ട് കണ്ട് അങ്ങനെയാണ് അദ്ദേഹം ആഗോളതലത്തിൽ അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇത്രയേറെ ജനങ്ങൾ നേരിട്ട് കാണാൻ സ്വഭാവം നമുക്കറിയാം. ഞാനിപ്പോൾ ഓർക്കുന്ന ന്യൂയോർക്ക് ടൈംസിന്റെ ഫ്രണ്ട് പേജിലെ വാർത്ത, മുഖ്യമന്ത്രിയുടെ ഓഫീസ് CCTV ക്യാമറ വെച്ച് ട്രാൻസ്പെറൻസിയുടെ ഏറ്റവും വലിയ ലക്ഷണമാക്കി അതിനെ മാറ്റിയതിനെ ന്യൂയോർക്ക് ടൈംസ് ഫ്രണ്ട് പേജിൽ എഴുതിയൊരു സ്റ്റോറി ഇപ്പോഴും നമ്മുടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതെല്ലാം തെളിയിക്കുന്നത് ഒരു ജനപ്രതിനിധി, ഒരു മുഖ്യമന്ത്രി ജനങ്ങൾ കാണിച്ചിട്ടില്ല ഏറ്റവും ശക്തമായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മരണത്തോടൊപ്പം അദ്ദേഹത്തെ ഉയർത്തിയെടുപ്പായിരുന്നു. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് ആരോപണങ്ങളുടെ മുഖം ഏർപ്പെടുത്തി അദ്ദേഹത്തെ മോശമാക്കാൻ ശ്രമിച്ച കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടില്ല. ഞാനത് വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും ഒരിക്കലും ഓർമ്മിക്കാൻ മനസ്സുകൊണ്ടും സമ്മതിക്കാത്ത ആവശ്യപരമായ കാര്യങ്ങൾ അതെല്ലാത്തിനെയും അതിജീവിച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. പക്ഷെ ഇന്നും ഉമ്മൻചാണ്ടി ഏറ്റവും ഉയരത്തിന്റെ മുകളിൽ എത്തുന്നു എന്നതാണ് ഏറ്റവും ഞാനെപ്പോഴും ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. 150 നൽകി, മഹാഭൂരിപക്ഷം നൽകി. ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിലെ സെക്രട്ടേറിയറ്റ് തുറന്നു കൊടുത്തത്. ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ആഴ്ചകളോടുള്ള മാധ്യമ സമ്മേളനത്തിൽ ഇത് രണ്ടും നിർഭാഗ്യവശാൽ കഴിഞ്ഞ കാലത്തെ ഗവൺമെന്റ് നിർത്തലാക്കി. ഞാൻ അഭിമാനത്തോട് പറയുന്നു, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ വീണ്ടും ആദ്യം സെക്രട്ടേറിയറ്റ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അതോടൊപ്പം മാധ്യമ സമ്മേളനവും ആരംഭിച്ചു. അത് ജനങ്ങളിലേക്കുള്ള ട്രാൻസ്പെറൻസിയുടെ UDFന്റെ പ്രതിജ്ഞാബദ്ധതയുടെ ഏറ്റവും വലിയ തെളിവാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ ഏറ്റവും വളരെയേറെ അഭ്യന്തരാത്മകമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു,
UDF ഉജ്ജ്വലമായ മുന്നേറ്റമാണ്. ഈ മുന്നേറ്റത്തിൽ പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പുതുപ്പള്ളിക്കാരോട് ഞാൻ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പ്രസംഗിച്ചതാണ് ചാണ്ടി. അപ്പം പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട് ജയിക്കുക. പക്ഷെ അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളെല്ലാവരും സമ്മതിക്കും, നമ്മളെല്ലാം വിശ്വസിക്കുന്നു, ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ കേരളത്തിന് കാഴ്ചവെച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സമ്മാനിച്ച അദ്ദേഹത്തിന്റെ കാലത്തെ ഭരണരംഗത്ത് അദ്ദേഹം കാണിച്ച പ്രവർത്തന ശൈലിക്കുള്ള ഒരു അംഗീകാരം കൂടിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നു, കണ്ണൂരിൽ അദ്ദേഹം എത്തി, പ്രതിഷേധമുണ്ടാവും മുഖ്യമന്ത്രിക്കെതിരെ. അദ്ദേഹത്തെ കല്ലെറിഞ്ഞു, അദ്ദേഹം തലക്ക് പരിക്ക്, കേരളം സ്തംഭിച്ച ദിവസമായി. എല്ലാവരും മുഖ്യമന്ത്രി പ്രതികാരദാഹിയായിട്ട് അവനെ ആദ്യം വീശുമെന്നായിരുന്നു വിചാരിച്ചു. മുഖ്യമന്ത്രി ജനങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു ഇതിനെതിരെ യാതൊരു നടപടിയും അവർക്കെതിരെ നടപടി സ്വീകരിക്കരുത്, അവരെ ടച്ച് ചെയ്യരുത്, അവരെ പ്രതിഷേധം രേഖപ്പെടുത്തി, എനിക്ക് പരിക്കപ്പെടുത്തി, ഒന്നും കുഴപ്പമില്ല. എന്തൊരു മാഗ്നാനിറ്റിയുള്ള നിലപാടായിരുന്നു. ഞാൻ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് കേരളത്തിലെ കോൺഗ്രസിന് വോട്ട് കിട്ടുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചതെന്ന് പറയാൻ കാരണം, കേരളം കണ്ടു പിന്നീട് ഒരു മുഖ്യമന്ത്രിയെ രണ്ടുപേരും പാവപ്പെട്ട ചെറുപ്പക്കാർ ഒന്ന് കരിങ്കൊടി വീശിയപ്പോൾ അവിടെ സ്വന്തം ഗവൺമെന്റ് അടിച്ചപ്പോൾ ആ ഗവൺമെന്റ് നടത്തുന്ന രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന ഒരു സാഹചര്യം കേരളം കണ്ടു. ഞാൻ അതിന്റെ വരുമാനങ്ങളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ രണ്ട് സൈനികരുടെ വ്യത്യാസം നമുക്കിവിടെ കാണാൻ കഴിയും. തനിക്ക് പരിക്കേറ്റാലും എറിഞ്ഞവരെ പ്രതികാര ബുദ്ധിയോടെ കാണരുത്, തന്നെ എതിർക്കുന്നവരായാൽ പോലും പ്രതികാര ബുദ്ധിയോടെ കാണരുത് എന്ന് പറയുന്ന സമീപനവും സ്വാഭാവികമായ പ്രതിഷേധങ്ങളെ പോലും തല്ലി കൊന്നു തീർക്കാൻ ശ്രമിച്ചാൽ അതിനെ ന്യായീകരിക്കുന്ന സമീപനം, ഈ രണ്ടും കൂടിയിട്ട് കേരളം വെച്ചു നോക്കി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് താരതമ്യം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് UDFന്റെ വിജയങ്ങളിൽ ഒന്നായി ഉമ്മൻചാണ്ടി ഇമ്പാക്റ്റും എഫക്റ്റും വന്നു എന്ന് ഞാൻ പറയാൻ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഇത് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഉമ്മൻചാണ്ടി കേരളത്തിലെ കേവലം ഒരു നേതാവ് മാത്രമായിരുന്നില്ല, കോൺഗ്രസിന്റെ ഒരു നേതാവ് മാത്രമായിരുന്നില്ല, ഞങ്ങളുടെ എല്ലാമായിരുന്നു, വഴികാട്ടിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രവർത്തകരെ ാക്കുന്ന കൾച്ചർ ഇന്നിപ്പോ എല്ലാ ഇടതുപക്ഷ പ്രവർത്തകരും എല്ലാം അത് പ്രാവർത്തികമാക്കി. എല്ലാ പ്രവർത്തകർക്കും ജനങ്ങൾക്കും അവർക്ക് കിട്ടുന്ന ജനങ്ങൾക്ക് അധികാരം കൊടുക്കാൻ ജനസേവകർ അവർക്ക് നൽകുന്ന കാലത്തേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യുന്ന സംശയം. ഉമ്മൻചാണ്ടി നമ്മളിൽ മരിച്ചുപോയില്ല, ഒരിക്കലും നമ്മളിൽ വിട്ടുപോയില്ല. ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനാണെന്ന് പറയാനുള്ള മഹാന്മാരെ കുറിച്ച് ഒരു സംശയവും വേണ്ട. ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ കരുത്തരാണ് മരിച്ചുപോയ ഉമ്മൻചാണ്ടി എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിനുള്ള ജനവിശ്വാസം എന്ന് നമുക്ക് ഉറപ്പിച്ചു. അത് മാത്രം പോരാ, അദ്ദേഹത്തെ കുറിച്ച് നിരന്തരമായി ഓർമ്മിക്കാൻ നമുക്ക് സ്മാരകമുണ്ട്. ഇപ്പം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര അദ്ദേഹത്തിനുണ്ടാക്കി. കഴിഞ്ഞപ്പോട്ട് ഉമ്മൻചാണ്ടി നേതാവിന്റെ മുഖ്യമന്ത്രിയുടെ ആ ഗവൺമെന്റിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വാഗ്ദാനമായിരുന്നു, സമ്മാനമായിരുന്നു. ഈ ഉമ്മൻചാണ്ടിയുടെ UDFന്റെ ഗവൺമെന്റ് വന്ന ആദ്യത്തെ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ എനിക്ക് നമ്മുടെ ഗവൺമെന്റിനോട് പറയാനുള്ളത്, വിഴിഞ്ഞം പോർട്ടിനൊരു പേര് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് മറ്റൊരു പേരല്ല, അത് ഉമ്മൻചാണ്ടിയുടെ പേരാണ്. കേരള സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിന്റെ ഒരു വലിയ ശബ്ദം കൊടുത്ത വലിയ മെസ്സേജിംഗ് ആയിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഉമ്മൻചാണ്ടിക്ക് നമുക്ക് പാർട്ടിക്കും ഗവൺമെന്റിനും കുറച്ച് സ്മാരകങ്ങൾ ഉണ്ടാകാം. അത് കേവലം മന്ദിരങ്ങളും പുസ്തകങ്ങളും മാത്രമല്ല, പഠിക്കാനുള്ള മനസ്സിലാക്കാനുള്ള ഒരു തലമുറയെ മുഴുവൻ, അതുപോലെ അവരുടെ ഗവേഷണത്തിന്റെ കാലത്തേക്കും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാലത്തേക്കും സഹായിക്കത്തക്കവണ്ണമുള്ള നല്ല സ്മാരകങ്ങൾ ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഉണ്ടാക്കണം. അവരുടെ പാർട്ടിയുടെ കാര്യത്തിൽ ഒരു നടപടി ചെയ്യണമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചെയ്യുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഈ സ്മരണ
ഒതുക്കുന്നവർ ഇവിടെ എത്തിച്ചതാണ് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി ഇപ്പോഴേക്കും കഴിഞ്ഞ മാസം കിട്ടിയ പുസ്തകങ്ങളെ പറ്റിയ ഭൂരിപക്ഷം 53,000. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്ന് ചാണ്ടി ഉമ്മൻ്റെതായിരുന്നു എന്ന് നമുക്ക് ഞാൻ തെരഞ്ഞെടുപ്പുകാർക്ക് ഒന്നും പറഞ്ഞു. നഗ്നപാതായി നടക്കുന്നതിനാണ് ആദ്യമല്ല. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ചെരുപ്പില്ലാതെ നടക്കുന്നു. രാഹുൽ ഗാന്ധി എന്നെ കുറിച്ച് പറഞ്ഞു, ഇവരോടൊന്ന് ചെരുപ്പിടാൻ പറയാനോ, അല്ലെങ്കിൽ ഈ തണുപ്പത്ത് ബുദ്ധിമുട്ടാവും. ചാണ്ടി കേട്ടിട്ട് അടങ്ങിയിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോസ്റ്ററില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട്. പോസ്റ്ററില്ലാതെ പ്രചരണമില്ലാതെ എല്ലാവരും പറഞ്ഞു നിൽക്കട്ടെ, ഇതിന്റെ ആൾ മത്സരത്തെ പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് ഒരു ആഗമം വരുമ്പോൾ പോസ്റ്ററില്ലാതെ എങ്ങനെ മത്സരിക്കും? പോസ്റ്ററില്ലാതെ 53,000 രൂപയുടെ ഭൂരിപക്ഷം ചാണ്ടിക്ക് ഇവിടെ കിട്ടിയെന്നുള്ളതാണ്. അപ്പോ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച രീതികൾ, ഉമ്മൻചാണ്ടിയുടെ ആത്മാർത്ഥത, ഒരു വിഷയം ഏറ്റെടുത്താൽ നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യം, അത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പിൻഗാമി ഇവിടെ ഉണ്ട് എന്ന്, ഇത് പിൻഗാമി കേരളത്തിലുണ്ട് ഉമ്മൻചാണ്ടിക്ക് എന്ന് ചാണ്ടിയുടെ പ്രതീക്ഷിക്കുന്നു എന്നുള്ള കാര്യം ഞാനിവിടെ ഓർമ്മിച്ചെടുത്തുകൊണ്ട് ചാണ്ടിക്കും കുടുംബത്തിനും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉമ്മൻചാണ്ടിയുടെ സ്മരണ ഒരിക്കലും നമ്മുടെ സേവന പ്രവർത്തനങ്ങളിൽ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളിൽ ശക്തിയായി കരുത്തായിട്ട് എല്ലാ കാലത്തും ഉണ്ടാകണം എന്നുള്ള വാക്യം അനുസ്മരിച്ചുകൊണ്ട് ഈ സമ്മേളനം ഇതെവിടെ ഞാൻ അറിയാം. ഇവിടെ അവിടെ ഉമ്മൻചാണ്ടിയുടെ അവിടെ മുമ്പിൽ മെഴുകുതിരികളുണ്ട്. ഏത് മഴയത്തും ഏത് വെയിലത്തും അണയാത്ത മെഴുകുതിരി. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഈ കൈത്തിരി നാളത്തിൽ ശ്രദ്ധിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് ഈ കൈത്തിരി ഒരു പ്രകാശമായി കാണുന്നു. എല്ലാ കാലത്തും കോൺഗ്രസ് പ്രവർത്തകർക്ക് വഴികാട്ടിയായി ഈ കൈത്തിരി പുതുപ്പണിയിൽ കത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം മാത്രം അനുസ്മരിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.